പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ആയുഷ് സർവകലാശാല സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ചില നിരീക്ഷണങ്ങളാണ് ഞാനിവിടെ പ്രസ്താവിക്കാൻ പോകുന്നത്. മനുഷ്യ സമൂഹത്തെ ബാധിക്കുന്ന രോഗങ്ങളുടെ പ്രതിവിധിയും പ്രതിരോധവുമാണ് ഏതൊരു ചികിത്സാശാസ്ത്രത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം. ഇത് നേടുന്നതിന് കൂട്ടായ പ്രവർത്തനവും ചർച്ചയും സഹകരണവും ഗവേഷണവും അനിവാര്യമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് എല്ലാ ചികിത്സാ ശാഖകളെയും സമന്വയിപ്പിച്ചുകൊണ്ട് പൊതുജനാരോഗ്യം മാത്രം ലക്ഷ്യമാക്കി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് സ്ഥാപിതമായത്. ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നവർ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ഉത്തേജനവും ശക്തിയുമാണെന്ന് ഐകമത്യം മഹാബലം എന്ന സൂത്രവാക്യത്തിലൂടെ പൂർവികർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഏത് സമൂഹത്തിലും കള്ളനാണയങ്ങളും കുൽസിത ബുദ്ധിക്കാരും സ്വാർത്ഥരും ഉണ്ട്. അവരെ തിരിച്ചറിയേണ്ടത് ഭരണാധികാരികളുടെ കർത്തവ്യമാണ്. അല്ലെങ്കിൽ എത്ര പ്രാഗൽഭ്യവും പരിചയസമ്പത്തും ഉള്ളവരാണെങ്കിൽ കൂടി പഴി കേൾക്കേണ്ടി വരും. വൈവിധ്യത്തിലെ ഏകത്വമാണ് നമ്മുടെ രാജ്യം. ഇപ്പോൾ സഹകരണത്തിലും സഹവർത്തിത്വത്തിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഹെൽത്ത് യൂണിവേഴ്സിറ്റിയെ പിച്ച് ചീന്തി ആയുർവേദത്തിനെ അടർത്തി മാറ്റി ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ തന്ത്രമാണെങ്കിലും വൈദ്യശാസ്ത്രത്തിനും പൊതുജനാരോഗ്യത്തിനും അത് ഹാനികരമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ബഹുസ്വരതയെ കശാപ്പു ചെയ്ത് നിശബ്ദമാക്കുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിലെ നിയമനിർമ്മാണ സഭയ്ക്കും ഭൂഷണമല്ലല്ലോ. പ്രതിപക്ഷം ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ഭരണപക്ഷവുമായി ഒന്നിച്ച് പ്രവർത്തിച്ച് പോരാടി മല്ലടിച്ച് തിരുത്തലുകൾ വരുത്തി ജനക്ഷേമം ഉറപ്പാക്കണം. അതാണ് ഇവിടെയും വേണ്ടത്. ശാസ്ത്രങ്ങൾ എല്ലാ ചികിത്സാശാസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ പ്രവർത്തിച്ച് മുന്നേറട്ടെ. നന്ദി, നമസ്കാരം.